1984 ഡിസംബർ 2 ഇന്ത്യയിലെ ഒരു സാധാരണ നഗരം ഭോപ്പാൽ. ആ രാത്രി മറ്റെല്ലാ രാത്രികളെയും പോലെ തന്നെയായിരുന്നു. കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. അച്ഛനും അമ്മയും നാളത്തെ ജോലിയെക്കുറിച്ച് സംസാരിച്ച് ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു. റോഡുകൾ ശാന്തമായിരുന്നു. ഫാക്ടറികളിൽ രാത്രി ഷിഫ്റ്റ് മാത്രം തുടരുകയായിരുന്നു. ആർക്കും അറിയില്ലായിരുന്നു ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഈ നഗരം ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ വ്യാവസായിക ദുരന്തത്തിൻ്റെ പേരിൽ ലോകമെമ്പാടും അറിയപ്പെടുമെന്ന്. രാത്രി ഏകദേശം 12 മണി കഴിഞ്ഞു. പെട്ടെന്ന് ചിലർ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. കണ്ണുകൾ കത്തുന്നു, ശ്വാസമെടുക്കാൻ കഴിയുന്നില്ല, നെഞ്ച് പൊട്ടിത്തെറിക്കുന്നത് പോലെയുള്ള വേദന, ചുമ, ഛർദി, പരിഭ്രാന്തി. എന്താണ് സംഭവിക്കുന്നത്? ആർക്കും ഉത്തരമില്ല. വീടുകളിൽ നിന്ന് ആളുകൾ ഓടാൻ തുടങ്ങി. പക്ഷേ അവർ ഓടിയത് രക്ഷപ്പെടാനായിരുന്നില്ല. അവർ ഓടിയത് മരണത്തിൻ്റെ ദിശയിലേക്കായിരുന്നു. കാരണം കാണാൻ പോലും കഴിയാത്ത ഒരു വിഷമേഘം നിശബ്ദമായി നഗരം മുഴുവൻ വിഴുങ്ങിക്കൊണ്ടിരുന്നു. ആ രാത്രി ആയിരക്കണക്കിന് മനുഷ്യർക്ക് അവസാന രാത്രിയായി. പിറ്റേന്ന് സൂര്യൻ ഉദിച്ചപ്പോൾ റോഡുകളിൽ വാഹനങ്ങളെക്കാൾ കൂടുതൽ കിടന്നിരുന്നത് മനുഷ്യ ശരീരങ്ങളായിരുന്നു. ചിലർ വീടിൻ്റെ വാതിൽക്കൽ വീണ് കിടന്നു. ചിലർ കുട്ടികളെ നെഞ്ചോട് ചേർത്ത് അവസാന ശ്വാസം വിട്ടു. ആശുപത്രികൾ നിറഞ്ഞു. ഡോക്ടർമാർക്ക് പോലും എന്ത് വിഷവാതകമാണ് ആളുകളെ കൊന്നതെന്ന് ആദ്യം അറിയില്ലായിരുന്നു. ഒരു നഗരം, ഒരു രാത്രി, ലോകം ഇന്നുവരെ മറക്കാത്ത ഒരു ദുരന്തം. പക്ഷേ ഒരു ചോദ്യം ഇന്നും ബാക്കിയുണ്ട്. ഇതൊരു അപകടമായിരുന്നു, അല്ലെങ്കിൽ ഒഴിവാക്കാമായിരുന്ന ഒരു മനുഷ്യനിർമ്മിത ദുരന്തമോ? ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് ഭോപ്പാൽ വാതക ദുരന്തത്തിൻ്റെ യഥാർത്ഥ കഥയാണ്. ഈ കഥയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ഫാക്ടറി, ചില തെറ്റായ തീരുമാനങ്ങൾ, ഒരു മാരക രാസവസ്തു, അതിൻ്റെ ഫലമായി തകർന്ന ലക്ഷക്കണക്കിന് ജീവിതങ്ങൾ. അപ്പോൾ 1984 ആ രാത്രിയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം.